Yes, welcome all to Edus Academy. So, നമ്മളിപ്പോൾ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പം ഞാൻ ഇന്ന് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ നെർവസ് സിസ്റ്റം നെർവസ് സിസ്റ്റം ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വെൽക്കം ഓൾ ടു ദ ക്ലാസ്. സോ നമ്മുടെ ഇപ്പോൾ ചേഞ്ച് ചെയ്ത എക്സാം പാറ്റേൺ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഡെപ്തിലാണ് കവറപ്പ് ചെയ്യുന്നത്, മീൻസ് വരുന്നത്. അതായത് അനാട്ടമി, ഫിസിയോളജി ആണെങ്കിലും അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഡെപ്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ ഡിസ്കഷനും അതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ കുറച്ച് ഡെപ്തിലായിരിക്കും നമ്മൾ ഇത് എല്ലാം ഡിസ്കഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ആപ്പിലൂടെ തന്നെ ചോദിക്കാവുന്നതാണ്. നമുക്ക് അതിനുള്ള കറക്ഷൻസ് എല്ലാം, ഡൗട്ട് ക്ലിയറൻസ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നെർവസ് സിസ്റ്റത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ബോഡിയിൽ പല തരത്തിലുള്ള റെഗുലേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. റെഗുലേറ്റിംഗ് സിസ്റ്റംസ്. സോ നെർവസ് സിസ്റ്റവും അതുപോലെ ഒരു റെഗുലേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ ബോഡി ഫങ്ഷനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. അപ്പൊ എക്സാമ്പിൾ ഫോർ അതർ റെഗുലേറ്റിംഗ് സിസ്റ്റംസ്, അതായത് എന്തൊക്കെയായിരിക്കും എക്സാമ്പിൾ ഫോർ അതർ റെഗുലേറ്റിംഗ് സിസ്റ്റം? Yes, can be like endocrine system. Endocrine system or type of regulating system ആണ്. Then lymphatic system. Lymphatic system or type of regulating system ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു type of regulating system ആണ് നമ്മുടെ nervous system. So nervous system എന്തൊക്കെയാണ് നമുക്ക് വരുന്നത്? nervous system നമുക്ക് വരുന്നത് ഒന്ന് ബ്രെയിൻ. ബ്രെയിൻ വരുന്നുണ്ട്, പിന്നെ സ്പൈനൽ കോഡ് വരുന്നുണ്ട്, പിന്നെ പെരിഫറൽ നെർവ്സ്. So nervous system consists of brain, spinal cord and peripheral nerves. So next slide നമ്മുടെ nervous system classification ആണ്. nervous system classification ആണ്. അതില് nervous system broad ആയിട്ട് അത് CNS, that is a central nervous system, and PNS is peripheral nervous system. So broad ആയിട്ട് nervous system നമ്മൾ central nervous system and peripheral nervous system ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Then again central nervous system. Central nervous system is again classified into brain and spinal cord. Central nervous system is again classified into brain and spinal cord, and peripheral nervous system. Peripheral nervous system is again classified into efferent and afferent system. Efferent and afferent system. So efferent system deals with the motor. Motor functions ആണ് efferent system നോക്കുന്നത്, and afferent system deals with the sensory system or sensory function. Then again this efferent system or motor system is again classified into ANS, that is autonomic nervous system, and somatic nervous system. This autonomic nervous system, ANS, that is autonomic nervous system, that is also called as this involuntary. It's also called as involuntary. Involuntary nervous system. And again this efferent system or motor system is again classified into this ANS, autonomic nervous system, and somatic. Somatic, that is voluntary. That is voluntary in nature. What is the difference between this involuntary? What is the difference between involuntary and voluntary nervous system? Involuntary എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇതിന്റെ ഫങ്ഷൻസ്, അതായത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് നമ്മുടെ കൺട്രോളിലല്ല. വി കനോട്ട് കൺട്രോൾ ദ ഫങ്ഷൻ ഓഫ് ദിസ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. അതായത് നമുക്ക് നമ്മുടെ കൈ ഇപ്പൊ ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ടച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ആക്ച്വലി വോളണ്ടറി. നമുക്ക് ഇവിടെ ടച്ച് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ടച്ച് ചെയ്യും. ദാറ്റ് ഈസ് വോളണ്ടറി. വേറാസ് ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇൻവോളണ്ടറി. Then again somatic is also called as voluntary. Somatic is also called as voluntary. Then again this ANS, that is autonomic nervous system, is again subdivided into parasympathetic nervous system, sympathetic nervous system, and enteric system. So
ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് ആൻഡ് എൻറ്ററിക് നെർവസ് സിസ്റ്റം. ഓക്കെ, സോ ഇതിനെല്ലാം കുറിച്ച് നമ്മൾ ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഡിസ്കഷനിൽ നമ്മൾ ഇതിനെ എല്ലാം കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്ലൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെർവസ് ടിഷ്യൂന്റെ ടൈപ്സ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് നെർവസ് ടിഷ്യൂ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ നെർവസ് ടിഷ്യൂവിന്റെ ടൈപ്സ് വരുന്നത്? ഓക്കെ, അതിന് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമുക്ക് നെർവസ് ടിഷ്യൂ. ഓക്കെ, സോ നമ്മളല്ലേ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ന്യൂറോൺസ്. ഓക്കെ, ദാറ്റ് ഈസ് ന്യൂറോൺസ് ആൻഡ് ന്യൂറോഗ്ലയൽ സെൽസ്. ഓക്കെ, ന്യൂറോൺസ് ആൻഡ് neurons and neuroglial cells. Neurons and neuroglial cells. So ന്യൂറോൺസ് എന്താണ്? ന്യൂറോൺസ്, വാട്ട് ഈസ് ന്യൂറോൺസ്? ന്യൂറോൺസ് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സ്കൂളിലെ ടൈം മുതൽ, നമ്മുടെ സ്കൂളിലെ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ന്യൂറോൺസ് എന്ന് പറയുന്നത് എന്താണ്? working unit of nervous system. Okay, so neurons are called as the working unit of nervous system. അല്ലെങ്കിൽ structural and functional unit of nervous system എന്ന് പറയുന്നത് എന്താണ്? neurons. Okay, so neurons is called as the structural and functional unit of nervous system. പിന്നെന്താണ്? നെക്സ്റ്റ് വൺ, ഇറ്റ് ജനറേറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് ദ നെർവ് ഇമ്പൾസ്. ഓക്കെ, സോ ദ ന്യൂറോൺസിന്റെ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് വിൽ ജനറേറ്റ്, അത് നെർവ് ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ദിസ് നെർവ് ഇമ്പൾസ് ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നെർവ് ഇമ്പൾസ് എന്താണെന്നുള്ളത് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ന്യൂറോൺസ് ബേസിക്കലി അത് ഇറ്റ് ജനറേറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്യും, പിന്നെ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും ഫ്രം വൺ നെർവ് സെൽ ടു നെക്സ്റ്റ് നെർവ് സെൽ. ടോട്ടൽ വി ഹാവ് 10⁻11. Okay, total നമുക്ക് എത്ര ന്യൂറോൺസ് ഉണ്ട്? നിയർലി ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് നിയർലി വി ഹാവ് 10⁻11 ന്യൂറോൺസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ആസ് ന്യൂറോൺസ്. ഓക്കെ, സോ എക്സാമിന് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. What is the working unit of nervous system? Okay, working unit of nervous system എന്താണ്? ന്യൂറോൺസ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? It will help in generation and transmission of the nerve impulse. Second one എന്താണ്? Second type of cell ആണ് neuroglia or glial cells. Okay, neuroglia or glial cells. So adendaana, what is neuroglia or glial cells? So neurons are supported by connective tissue which is known as neuroglia. Okay, so neurons ne support ചെയ്ത tissues ആണ്. Okay, നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ? Yes, sorry, yes, നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ന്യൂറോൺസ് ആണ്. അപ്പൊ ന്യൂറോൺസിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ഓക്കെ, സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില സെൽസ് ഉണ്ട് നമുക്ക്. ഓക്കെ, സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചില സെൽസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലയൽ സെൽസ് ഓർ ന്യൂറോഗ്ലയൽ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ neuroglia are neurons are supported by connective tissue which is called as neuroglia. And we have like it is formed by different types of glial cells. നമുക്ക് ന്യൂറോഗ്ലിയ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ different types of glial cells നമുക്കുണ്ട്. Okay, so neuroglia നമുക്ക് different types of glial cells ഉണ്ട്. Total we have nearly 10⁻12. Okay, നമുക്ക് ഏകദേശം 10⁻12 glial cells നമുക്കുണ്ട്. Okay, so next ഒരു ഡയഗ്രാം ആണ് that actually ഇതിനകത്ത് നമുക്ക് ന്യൂറോൺ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ന്യൂറോൺ ആൻഡ് വി ഹാവ് ഗ്ലയൽ സെൽസ് ഓർ സപ്പോർട്ടിംഗ് സെൽസ്. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഗ്ലയൽ സെൽസ് ആണ് ഇതിൽ നമുക്ക് കാണുന്നത് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇതാണ് നമ്മുടെ ന്യൂറോൺ. ഓക്കെ, ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ നമ്മൾ പഠിക്കും. അതിന്റെ കൂടെ തന്നെ വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലയൽ സെൽസ് ഓർ സപ്പോർട്ടിംഗ് സെൽസ്. അതായത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ഉണ്ട്, ദെൻ ആസ്ട്രോസൈറ്റ്സ് ഉണ്ട്, ദെൻ മൈക്രോഗ്ലയൽ സെൽസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലയൽ സെൽസ് ഉണ്ട്. അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. സോ ഇനി നമ്മൾ പഠിക്കുന്നത് ഇൻ ഡീറ്റെയിൽ ആണ്. അതായത് ന്യൂറോൺ ഓർ നെർവ് സെൽ ഇൻ ഡീറ്റെയിൽ ആണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് എന്താണ്?
the structural and functional unit of nervous system അതെന്താണ് ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ ആണ്. നെക്സ്റ്റ് തിങ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, ഓക്കെ, നെർവ് സെല്ലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്താണ്? പ്രോപ്പർട്ടി ടു പ്രൊഡ്യൂസ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ഹാവിംഗ് ദ പ്രോപ്പർട്ടി ടു പ്രൊഡ്യൂസ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്? വാട്ട് ഈസ് ആക്ഷൻ പൊട്ടൻഷ്യൽ? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ന്യൂറോണില് അതിന്റെ പൊളാരിറ്റി അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രിക്കൽ ചാർജ് ചേഞ്ച് ചെയ്തിട്ട് അതിന്റെ ഇമ്പൾസ് ഒരു സെല്ലിൽ നിന്ന് നെക്സ്റ്റ് സെല്ലിലേക്ക് പാസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെല്ലിന് ഇറ്റ് ഈസ് ഹാവിംഗ് ദ പ്രോപ്പർട്ടി ടു പ്രൊഡ്യൂസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഡ്യൂറേഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ? ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ is nearly 1 millisecond. Okay, duration is nearly 1 millisecond. Next, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് parts of neuron. Okay, what all are the different parts of neuron? What all are the different parts of neuron? So we have like a nerve cell body. Then second one, dendrite. We have dendrite, and third one we have axon. Okay, so we have nerve cell body, dendrites and axon. So basic ആയിട്ട് നമ്മുടെ ന്യൂറോൺസിന്റെ പാർട്സ് ഇതാണ്: nerve cell body, dendrites and axon. Okay, so അത് നമ്മുടെ ഈ ഡയഗ്രത്തിൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതായത് ദിസ് ഈസ് ദ സെൽ ബോഡി. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ സെൽ ബോഡി അല്ലെ. ഇതാണ് നമ്മുടെ സെൽ ബോഡി. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്കുള്ളത് എന്താണ്? ആക്സോൺ. ഓക്കെ, സോ ദിസ് ഈസ് ദ ആക്സോൺ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പാർട്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാർട്സ് ഓഫ് ന്യൂറോൺ. ഓക്കെ, സോ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ ആക്ച്വലി വി വർ ഡിസ്കസിങ് അബൌട്ട് ദ പാർട്സ് ഓഫ് നെർവ് സെൽ ഓർ ന്യൂറോൺ. ഓക്കെ, സോ ഫസ്റ്റ് തിങ് അതിൽ വരുന്നതാണ് നെർവ് സെൽ ബോഡി. ഓക്കെ, നെർവ് സെൽ ബോഡി or it is also called as soma or perikaryote. Okay, so ഈ ഡിഫറെന്റ് നെയിംസ്, ഓക്കെ, ഡിഫറെന്റ് നെയിംസ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം ഇപ്പോഴത്തെ മാറിയ എക്സാം സ്ട്രക്ചറിൽ ഇങ്ങനെ ഡിഫറെന്റ് നെയിംസ് കൂടെ ചോദിച്ചു വരുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് nerve cell body is also called as soma or it is called as perikaryote. Then the cell body consists of a cytoplasm and a cell membrane. Okay, so cell body യിൽ എന്തൊക്കെയുണ്ട്? Cell body consists of cytoplasm and a cell membrane. Okay, so അപ്പം cytoplasm, what do you mean by cytoplasm? Okay, cytoplasm എന്താണ്? Cytoplasm എന്ന് പറയുന്നത് the largest central nucleus with a prominent nucleolus which is surrounded by cytoplasm. അപ്പോൾ cytoplasm എന്ന് പറയുന്നത് ഒരു thick ആയിട്ടുള്ള ഒരു fluid ആണ് which contains the like very important structures of this nerve cell. എന്തൊക്കെയാണ് അതിലുള്ളത്? Cytoplasm consists of lysosome ഉണ്ട്, then mitochondria ഉണ്ട്, Nissil bodies ഉണ്ട് and Golgi complex. Okay, so cytoplasmത്തിൽ എന്തൊക്കെയുണ്ട്? Lysosome, mitochondria, Nissil bodies and Golgi complex. Okay, so നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നെക്സ്റ്റ്, what do you mean by Nissil bodies? Okay, നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെയാണുള്ളത്? ലൈസോസോം ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, Nissil bodies ഉണ്ട്, ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്. ഓക്കെ, സോ അതില് what is this mitochondria? Mitochondria എന്താണ്? What is mitochondria? അത് നമ്മുടെ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് mitochondria. So mitochondria is also called as the powerhouse of cell. Okay, so mitochondria is also called as powerhouse of cell. Okay, സെല്ലിന്റെ പവർ ഹൗസ് ആണ് എന്ത്? മൈറ്റോകോൺട്രിയ. ഓക്കെ, സോ ലൈസോസോമിനെ കുറിച്ച് നിസിൽ ബോഡീസിനെ കുറിച്ചൊക്കെ നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. So first one is Nissil bodies. Okay, Nissil bodies. So the characteristic of nerve cells and consists of polysomes and rough endoplasmic reticulum. Okay, so അപ്പോൾ Nissil bodies ൽ എന്തൊക്കെയുണ്ട്? Nissil bodies ൽ like polysomes ഉണ്ട്, പിന്നെ എന്തുണ്ട്? Rough endoplasmic reticulum, and it plays a role in protein synthesis. Okay, so അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഈ Nissil bodiesന്റെ
മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പ്ലേസ് എ റോൾ ഇൻ protein synthesis. Very important. Okay, so what is the role of this Nisl bodies? So it will help in protein synthesis. They are present in nerve cell bodies and dendrites. Okay, so Nisl bodies എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും? Nisl bodies നമുക്ക് നെർവ് സെൽ ബോഡീസിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? നെർവ് സെൽ ബോഡീസിൽ കാണാൻ പറ്റും. പിന്നെ എന്താണ്? അതിന്റെ ഡെൻഡ്രൈറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് Nisl bodies they are present in nerve cell bodies and dendrites but not in axons. Okay, നമുക്ക് axonsൽ Nisl bodies നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. Okay, so this is all regarding Nisl bodies. The next is lysosome. Okay, lysosome. So what is lysosome? എന്താണ് lysosome? A membrane bound dense bodies that contain hydrolytic enzymes and are involved in intracellular digestion. Okay, so especially intracellular digestion means the digestion that will takes place inside the cell. Okay, so നമ്മുടെ സെല്ലിനകത്തുള്ള ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? Lysosomes ആണ്. Okay, lysosomes involved in intracellular digestion. Then very important point is next exam question. A genetic defect in the synthesis of lysosomal enzymes results in a storage disease called as Tay-Sachs disease. Okay, Tay-Sachs disease very important. Okay, so ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. So Tay-Sachs diseaseലെ എന്ത് ഇമ്പയർമെന്റ് ആണ് വരുന്നത്? ഓക്കെ, സോ എ ജനറ്റിക് ഡിഫക്റ്റ് ആണ് ഇൻ ദ സിന്തസിസ് ഓഫ് ലൈസോസോമൽ എൻസൈംസ് ദാറ്റ് റിസൾട്ട്സ് ഇൻ എ സ്റ്റോറേജ് ഡിസീസ്. ഓക്കെ, അതൊരു ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ് ആണ് ഈ Tay-Sachs ഡിസീസ്. ഓക്കെ, Tay-Sachs ഡിസീസ്. നെക്സ്റ്റ് സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ന്യൂറോണിന്റെ നെക്സ്റ്റ് സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി ഡെൻഡ്രൈറ്റ്. സോ വാട്ട് ഈസ് എ ഡെൻഡ്രൈറ്റ്? എന്താണ് ഡെൻഡ്രൈറ്റ് എന്താണ്? So dendrite, the process that extends from cell body. Okay, the process that extends from the cell body, that is called as dendrite. Okay, so ഇതാണ് നമ്മുടെ സെൽ ബോഡി. ഇതാണ് നമ്മുടെ സെൽ ബോഡി. അപ്പോ ആ സെൽ ബോഡിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പ്രോസസ്. ഓക്കെ, സെൽ ബോഡിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻഡ്രൈറ്റ്. സോ നെക്സ്റ്റ് ഇറ്റ് കണ്ടക്ട് ഇൻ എ decremental fashion and capable of generating action potential. Okay, so ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യും? It will help in the conduction of nerve impulse and also it is capable for generating action potential അല്ലേ? അതായത് action potential generate ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്? കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. ഓക്കെ, കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസും ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാനും ഈ ഡെൻഡ്രൈറ്റ് ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ, അടുത്ത ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ the receiving the synaptic input. Okay, it will receive the synaptic input and transmit it toward the cell body. Okay, അതായത് ഇതാണ് നമ്മുടെ സെൽ ബോഡി. അപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ ഇമ്പൾസ്, ഓക്കെ, അത് നമ്മള് ലൈക്ക് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസിൽ നമ്മളത് പഠിക്കും. അപ്പം രണ്ട് ന്യൂറോൺ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈനാപ്സ് എന്ന് പറയുന്നത്, ഓർ സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ റിസീവിംഗ്. ഓക്കെ, ഈ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യും? ഹെൽപ്പ് ഇൻ റിസീവിംഗ് ദ സൈനാപ്റ്റിക് ഇൻപുട്ട് ആൻഡ് ട്രാൻസ്മിറ്റ് ഇറ്റ്. സൈനാപ്റ്റിക് ഇൻപുട്ട് അതായത് നെർവ് ഇമ്പൾസിനെ അത് റിസീവ് ചെയ്യും. പിന്നെന്ത് ചെയ്യും? ആ റിസീവ് ചെയ്ത നെർവ് ഇമ്പൾസിനെ അത് സെൽ ബോഡിയിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യാണ് ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നെർവ് ഇമ്പൾസ് ട്രാവൽ ടുവേർഡ് ദ സെൽ ബോഡി ഇൻ എ ഡെൻഡ്രൈറ്റ്. ഒരു നെർവ് ഇമ്പൾസ് ഉണ്ടെങ്കിൽ അത് അതിന്റെ സെൽ ബോഡിയിലേക്ക് ട്രാവൽ ചെയ്യുന്നത് ഏത് വഴിയാണ്? ഇൻ എ ഡെൻഡ്രൈറ്റ്. ഓക്കെ, സോ അതാണ് ഡെൻഡ്രൈറ്റിന്റെ വേറൊരു ഫംഗ്ഷൻ. ഡെൻഡ്രൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ട്രക്ചർ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് axon. Okay, axon. Okay, so axon എന്താണ്? നമ്മുടെ ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ, അതായത് നമ്മുടെ സെല്ലിലെ ന്യൂറോണിന്റെ ലാർജർ പ്രോസസ് ആണ് എന്ത്? axon. Okay, so larger process of nerve cell is called as axon. Then they arise from either cell body or the dendrite. Okay, നമുക്കപ്പോൾ എന്തുണ്ട്? ഇവിടെ നമ്മുടെ സെൽ ബോഡി ഉണ്ട് അല്ലെ, നമുക്ക് ഇവിടെ നമ്മുടെ ഡെൻഡ്രൈറ്റ് ഉണ്ട്. അപ്പം ഈ ആക്സോൺ ക്യാൻ arise either from, അതിനെ
ഈ ആക്സോണിന് ഈ സെൽ ബോഡിയിൽ നിന്ന് എറേസ് ചെയ്യാം, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് എറേസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഡെൻഡ്രൈറ്റിൽ നിന്ന് വേണമെങ്കിലും ഇത് ആക്സോണിന് എറേസ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്താണ്? അത് myelinated or unmyelinated. Okay, so axons can be myelinated or unmyelinated. Okay, so myelin sheath എന്താണെന്നുള്ളത് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഇതാണ് നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ എന്താണ് മൈലിൻ ഷീത്ത് അല്ലെ. അപ്പം ആക്സോൺസിന് can be either myelinated or unmyelinated. Then they will help in the generation. It will generate, propagate and transmit the action potential. Okay, so action potential അത് എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും, അത് പ്രൊപ്പഗേറ്റ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? അത് ട്രാൻസ്മിറ്റ് ചെയ്യും ഫ്രം വൺ ന്യൂറോൺ ടു നെക്സ്റ്റ് ന്യൂറോൺ. ഓക്കെ, then the nerve impulse travel away. Okay, nerve impulse travel away from the cell body in the axon. Okay, so നമുക്ക് അത് എങ്ങനെ പഠിക്കാം? So A is A for axon അല്ലേ. അപ്പൊ axon എന്ത് ചെയ്യും? Help in the transmission of nerve impulse away. Okay, away from the cell body. Okay, so away from the cell body. അതിനെന്ത് ചെയ്യും? Axon will help in the transmission or travel of nerve impulse away from the cell body. Okay, നമ്മുടെ അനാട്ടമിയിൽ പിന്നെയും കാര്യങ്ങളുണ്ട്. അതായത് ആർട്ടറി അല്ലെ, ആർട്ടറി ബ്ലഡ് എന്ത് ചെയ്യും? carries blood away from the heart അല്ലെ. ഹാർട്ടിൽ നിന്ന് ദൂരേക്ക് അതർ ബോഡി സ്ട്രക്ചേഴ്സിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ഇതിലെ കൂടെയാണ്? ആർട്ടറി അല്ലെ. അപ്പൊ നമുക്ക് A for A. അതുപോലെ ഇവിടെ തന്നെ axons for away from the cell body. The nerve impulse travels away from cell body in axon. നെക്സ്റ്റ് എന്താണ്? മൈലിൻ ഷീത്ത്. ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു നമ്മൾ മൈലിൻ ഷീത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും എന്നുള്ളത്. ഇത് 2 പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് 2 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് എന്താണ്? മൈലിൻ ഷീത്ത് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ PNS. വാട്ട് ഈസ് PNS? PNS എന്താണ്? പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, സോ മൈലിൻ ഷീത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പെരിഫറൽ നെർവസ് സിസ്റ്റം ബൈ ഷ്വാൻ സെൽസ്. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഷ്വാൻ സെൽസ് ആണ് മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എവിടെയാണ്? peripheral nervous system. And again, this myelin sheath is produced in the central nervous system. അല്ലെ, central nervous system by oligodendrocytes. Okay, നമ്മൾ ഈ സെൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കും, വരുന്ന സ്ലൈഡ്സിൽ പഠിക്കും. Okay, so myelin sheath is produced in the CNS by oligodendrocytes. Okay, നമുക്കത് എങ്ങനെ റിമെമ്പർ ചെയ്യാം? ഓക്കെ, സോ CNS നമ്മൾ ഇങ്ങനെ എഴുതും അല്ലെ, CNS സെൻട്രൽ നെർവസ് സിസ്റ്റം. സോ അതിനൊന്ന് കവർ അപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്തായി? ഒളിഗോഡെൻഡ്രോസൈറ്റ്സിന്റെ ഫസ്റ്റ് ലെറ്റർ ആയി അല്ലെ. അപ്പം myelin sheath in the CNS is produced by oligodendrocytes. Very important. Okay, then helps in the faster conduction of nerve impulse through the nerve fiber. അതായത് നമ്മുടെ നെർവ് ഫൈബർ ഉണ്ട്, ആ ഫൈബറിൽ കൂടെ ഇമ്പൾസ് ട്രാൻസ്മിഷനെ ഫാസ്റ്റ് ചെയ്യുന്ന പ്രോസസ് അല്ലെങ്കിൽ സ്പീഡപ്പ് ചെയ്യുന്ന പ്രോസസ് ആണ് ഈ മൈലിൻ ഷീത്തിന് ഉള്ളത് അല്ലെ. നെർവ് ഇമ്പൾസ് നെർവ് സെൽ ആക്സോണിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിനെ ഒന്ന് സ്പീഡപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഫംഗ്ഷൻ ആണ് മൈലിൻ ഷീത്തിന് ഉള്ളത്. പിന്നെന്താണ്? ഇറ്റ് ഈസ് ഇന്ററപ്റ്റഡ് ബൈ നോട്ട്സ് ഓഫ് റാൻവിയർ. ഓക്കെ, സോ നമ്മള് ഡയഗ്രം ഞാൻ കാണിക്കാം. അതിനകത്ത് മൈലിൻ ഷീത്ത് ഉണ്ട്, അതിനിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അല്ലെ, ചെറിയ ഗ്യാപ്പ് ഉണ്ട്. യെസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. യെസ്, സോ ദിസ് ഈസ് ദ മൈലിൻ ഷീത്ത് അല്ലെ. ഇതാണ് നമ്മുടെ മൈലിൻ ഷീത്ത്. അപ്പൊ ഈ മൈലിൻ ഷീത്തിന് ഇടയ്ക്കായിട്ട് നമുക്ക് എന്താണ്? ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സോ ആ ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോട്ട്സ് ഓഫ് റാൻവിയർ. ഓക്കെ, നോട്ട്സ് ഓഫ് റാൻവിയർ. സോ മൈലിൻ ഷീത്ത് ഈസ് ഇന്ററപ്റ്റഡ് ബൈ നോട്ട്സ് ഓഫ് Ranvier, or it is also called as like myelin sheath is absent at regular intervals, and these absent areas are called as nodes of Ranvier. Okay, nodes of Ranvier. So ഇതാണ് ഒരു ടിപ്പിക്കൽ ന്യൂറോണിന്റെ സ്ട്രക്ചർ. ഓക്കെ, ടിപ്പിക്കൽ ന്യൂറോണിന്റെ സ്ട്രക്ചർ. സോ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ന്യൂറോൺസ് ആണിത്. ഓക്കെ, ന്യൂറോൺസ് ആണ്. ന്യൂറോണൽ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ലൈക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കും. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ലൈക്ക് ഫ്രം വൺ ന്യൂറോൺ, ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് അതിന്റെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ എങ്ങനെ നടക്കുന്നു എന്നാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ്
ഇതൊരു സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ ആണ്. ഇതൊരു ന്യൂറോണിന്റെ ഒരു സ്ട്രക്ചർ ആണ്. നമുക്കിതിൽ നമ്മൾ പഠിച്ചിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ ന്യൂറോൺ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമുക്കൊരു സെൽ മെംബ്രെയിൻ ഉണ്ടാകും, അതിനകത്ത് ന്യൂക്ലിയോലസ് ഉണ്ടാകും, സൈറ്റോപ്ലാസം ഉണ്ടാകും, പിന്നെ നമുക്ക് ടെർമിനൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാകും ദാറ്റ് വിൽ കം ഇൻ ടു ദിസ് സെൽ മെംബ്രെയിൻ. ഓക്കെ, അതിന് നമുക്ക് എന്ത് പറയാം, ഡെൻഡ്രൈറ്റ് എന്ന് പറയാം. ഡെൻഡ്രൈറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് എന്തുണ്ട്, ഒരു ആക്സോൺ ഉണ്ട്, ആക്സോൺ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇലോങ്ങേറ്റഡ് പോർഷൻ. ഓക്കെ, ഇലോങ്ങേറ്റഡ് പോർഷൻ ഓഫ് ദ ന്യൂറോൺ ആണ് എന്ത്, ആക്സോൺ ഉള്ളത്. പിന്നെ നമുക്ക് ലൈക്ക് സെൽ ബോഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമുക്ക് ലൈക്ക് നിസൽ ബോഡീസ് ഉണ്ട്, ദെൻ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, ദെൻ സെൽ മെംബ്രെയിൻ ഉണ്ട്, ദെൻ ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയസ് ഉണ്ട്. സോ നിസൽ ബോഡീസ് നമ്മൾ പറഞ്ഞിരുന്നു, ലൈക്ക് ഇറ്റ് വിൽ കംപ്രൈസ് ഓഫ് ദിസ് സൈറ്റോപ്ലാസം. ഓക്കെ, സൈറ്റോപ്ലാസം ഉണ്ട് അതിനകത്ത്, പിന്നെ ലൈസോസോം ഉണ്ട്. ഓക്കെ, ലൈസോസോം ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് നെർവ് ഫൈബർ. ഓക്കെ, നെർവ് ഫൈബർ, നമുക്ക് നെർവ് ഫൈബറിൽ എന്തൊക്കെയുണ്ട്, അതായത് it will help in the transmission of nerve impulse. Okay, nerve impulse in the transmission help ചെയ്യുന്നതാണ് ഈ nerve fiber. അതിന് ഫസ്റ്റ് വൺ അതിനൊരു ആക്സോൺ ഉണ്ട്, ദാറ്റ് ഈസ് ദ ലോങ്സ്റ്റ് പോർഷൻ. ഓക്കെ, ലോങ്സ്റ്റ് പോർഷൻ എന്താണ്, ആക്സോൺ ആണ്. അതിന് പിന്നെ മൈലിൻ ഷീത്ത് ഉണ്ട് അല്ലെ, ഇത് നമ്മുടെ മൈലിൻ ഷീത്ത് ആണ്. ദാറ്റ് വിൽ സ്പീഡ് അപ്പ് ദ ന്യൂറോണൽ ട്രാൻസ്മിഷൻ. ന്യൂറോണൽ ട്രാൻസ്മിഷനെ സ്പീഡ് അപ്പ് ചെയ്യുന്ന എന്താണ്, മൈലിൻ ഷീത്ത് ആണ്. അപ്പൊ ഈ ചില സ്പേസിൽ നമുക്ക് മൈലിൻ ഷീത്ത് മിസ്സിംഗ് ആണ് അല്ലെ, മൈലിൻ ഷീത്ത് നമുക്കില്ല. ആ സ്പേസിനാണ് നമ്മൾ പറയുന്നത് നോട്ട്സ് ഓഫ് റാൻവിയർ. ഓക്കെ, നോട്ട്സ് ഓഫ് റാൻവിയർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഗ്ലയൽ സെൽസ് ഉണ്ട്. നമുക്ക് ഗ്ലയൽ സെൽസ് എന്താണ്, സപ്പോർട്ടിങ് സെൽസ് ആണ്. നമ്മുടെ ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന സെൽസ് ആണ് എന്ത്, നമ്മുടെ ഗ്ലയൽ സെൽസ്. പിന്നെ നമുക്ക് ടെർമിനൽ ബട്ടൺസ് ഓർ ലൈക്ക് ദാറ്റ് എൻ പോയിന്റ്സ് ഓഫ് ദ നെർവ് സെൽ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെർമിനൽ ബട്ടൺസ് എന്ന് പറയുന്നത്. ഓക്കെ, the next is neuroglia or glial cells. Okay, നമ്മൾ നേരത്തെ പഠിച്ചു types of nerve cells. First neuron നമ്മൾ പഠിച്ചു, second one is glial cells or neuroglial cells. Okay, so neurons of CNS are supported by non-excitable glial cells. Okay, അതായത് glial cells എന്താണ്, supporting cells ആണ് അല്ലേ. glial cells എന്താണ്, ഗ്ലയൽ സെൽസ് എന്താണ്, ഗ്ലയൽ സെൽസ് സപ്പോർട്ടിങ് സെൽസ് ആണ്. അപ്പൊ CNS-ലെ ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഏത്, ന്യൂറോഗ്ലയൽ സെൽസ് ഓർ ഗ്ലയൽ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോൺ ന്യൂറോണൽ സെൽസ് ഓഫ് CNS ആൻഡ് PNS, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെയും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെയും നോൺ ന്യൂറോണൽ ആയിട്ടുള്ള, അതായത് ന്യൂറോണൽ പ്രോപ്പർട്ടി ഇല്ലാത്ത സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂറോഗ്ലയൽ സെൽസ്. ദെൻ അറൈസ് ഫ്രം ന്യൂറൽ ട്യൂബ് ആൻഡ് ന്യൂറൽ ക്രസ്റ്റ്, അതായത് നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ പഠിക്കും, അതായത് എംബ്രിയോളജി ഓഫ് ബ്രെയിൻ നമ്മൾ പഠിക്കും. അതില് ഈ ന്യൂറോഗ്ലിയ ഓർ ഗ്ലിയൽ സെൽസ് എവിടെ നിന്നാണ് എറൈസ് ചെയ്യുന്നത്, അത് എവിടെ നിന്നാണ് എറൈസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഫ്രം ന്യൂറൽ ട്യൂബ് ആൻഡ് ന്യൂറൽ ക്രസ്റ്റ്. then it is capable of cell division throughout the life. അതായത് ന്യൂറോൺസ് നമ്മൾ പഠിക്കും എന്താണ്, ന്യൂറോൺസിന് റീജനറേഷന്റെ കപ്പാസിറ്റി ഇല്ല. ഓക്കെ, ന്യൂറോണൽ സെൽസിന് റീജനറേഷൻ അല്ലെങ്കിൽ റീബർത്തിനുള്ള കപ്പാസിറ്റി ഇല്ല. whereas ഗ്ലയൽ സെൽസ്, ന്യൂറോഗ്ലയൽ സെൽസിന് എന്താണ്, ഇറ്റ് ഈസ് കേപ്പബിൾ ഫോർ സെൽ ഡിവിഷൻ ത്രൂ ഔട്ട് ദ ലൈഫ്. ഓക്കെ, ത്രൂ ഔട്ട് ദ ലൈഫ്. Next is the classification. Okay, classification of neuroglial cells. Okay, so നമ്മുടെ ബോഡിയിലെ different types of neuroglial cells ഉണ്ട്. ഏതൊക്കെയാണത്? First one is astrocyte. Okay, first one എന്താണ്, astrocyte, and second one is oligodendrocytes. നമ്മൾ പഠിച്ചു എന്താണ്, what is oligodendrocyte, എന്താണ് oligodendrocyte, that is the myelin sheath in the CNS. അല്ലേ, myelin sheath in the CNS is formed by oligodendrocyte. Very important exam question. Okay, the next one is microglia. പിന്നെന്താണ്, എപ്പൻഡൈമൽ സെൽസ് ആൻഡ് ഷ്വാൻ സെൽസ്. ഓക്കെ, സോ ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഞാൻ ഇവിടെ മിസ്സായതാണ്, സാറ്റലൈറ്റ് സെൽസ്. ഓക്കെ, ഞാൻ വരുന്ന സ്ലൈഡ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു ന്യൂറോഗ്ലയുടെ ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയുണ്ട്, ആസ്ട്രോസൈറ്റ്സ് ഉണ്ട്, ദെൻ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ഉണ്ട്, മൈക്രോഗ്ലിയ ഉണ്ട്, എപ്പൻഡൈമൽ സെൽസ് ഉണ്ട്, ആൻഡ് ഷ്വാൻ സെൽസ്. ഓക്കെ, ഷ്വാൻ സെൽസ് ഉണ്ട്. So first one is regarding astrocytes. Important ആണ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. Okay, so the main supporting tissue in CNS. Okay, the main supporting tissue in CNS is astrocytes. Okay, astrocytes എന്താണ്,
മെയിൻ സപ്പോർട്ടിംഗ് ടിഷ്യൂ ഇൻ CNS ആണ്. Then it is star shaped. Okay, നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ, ഇതാണ് ഒരു ആസ്ട്രോസൈറ്റിന്റെ ഡയഗ്രാം. അതിന്റെ ഷേപ്പ് എന്താണ്? അത് നക്ഷത്രം പോലെ ഇരിക്കും അല്ലെ, നക്ഷത്രം പോലെ ഇരിക്കും. So it is star shaped. It is star shaped. And it is the largest, very important, ഇതെല്ലാം പോയിന്റ് ആണ്, എക്സാം ക്വസ്റ്റ്യൻസിന്റെ പോയിന്റ് ആണ് ഇതെല്ലാം. ലാർജസ്റ്റ് ഗ്ലയൽ സെൽസ് ആണ്. ഓക്കെ, ഇതാ ആസ്ട്രോസൈറ്റ്സ് എന്താണ്? സ്റ്റാർ ഷേപ്ഡ് ആണ്. അത് ലാർജസ്റ്റ് ഗ്ലയൽ സെൽസ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഹെൽപ്സ് to make BBB. എന്താണ് BBB? BBB blood brain barrier. Okay, blood brain barrier. Okay, blood brain barrier. Okay, so helps to make blood brain barrier, then play a role in the metabolism of certain neurotransmitters. Okay, neurotransmitters ne kurichu nammal valare detail aayittu padikum, very important aanu. So it will play a role in the metabolism of certain neurotransmitters like GABA. endana GABA? Gamma amino butyric acid, pinne serotonin, glutamate. Okay, so idinte ella metabolisathinum ee astrocyte help cheyum. Okay, then form glial scars in damaged areas of brain. അതായത് നമ്മുടെ ബ്രെയിനിലെ, ഹ്യൂമൻ ബ്രെയിനിലെ ചില ഏരിയാസിലെ സെൽ ഡെത്ത് ഉണ്ടായെന്ന് വെച്ചോ. ഓക്കെ, ഞാൻ പറഞ്ഞു ന്യൂറോണൽ സെൽസ് യൂഷ്വലി അത് റീജനറേറ്റ് ചെയ്യാറില്ല. ഓക്കെ, സോ ഇറ്റ് വിൽ ഫോം ഗ്ലയൽ സ്കാർ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്കാർ ഫോം ചെയ്യും ഇൻ സർട്ടൺ ഡാമേജ്ഡ് ഏരിയാസ് ഓഫ് ബ്രെയിൻ. ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ആസ് ഗ്ലയോസിസ്. അതിനെന്ത് പറയും? അതിന് നമ്മൾ പറയുന്നതാണ് ഗ്ലയോസിസ്. ഓക്കെ, ഗ്ലയോസിസ്. സോ അത് നമ്മൾ ഫസ്റ്റ് ഗ്ലയൽ സെൽ നമ്മൾ പഠിച്ചു. എന്താണ്? ആസ്ട്രോസൈറ്റ്. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് ആണ്, ആസ്ട്രോസൈറ്റ്സ്. ഓക്കെ, സോ സെക്കൻഡ് വൺ ഈസ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഓക്കെ, ഒളിഗോഡെൻഡ്രോസൈറ്റ്. എന്താണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്? ദ മൈലിൻ ഫോമിംഗ് സെൽസ് ഓഫ് CNS. നമ്മൾ നേരത്തെ പഠിച്ചു. ഇതും വെരി ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഓക്കെ, സോ എന്താണ് മൈലിൻ? സോറി, myelin forming cells of CNS എന്താണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് സ്മോൾ ഗ്ലയൽ സെൽസ് വിത്ത് ഷോർട്ട് പ്രോസസ്. അപ്പൊ എന്താണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്? എന്താണ്? അതൊരു സ്മോൾ സെല്ലാണ് അല്ലെ. നമ്മൾ ആസ്ട്രോസൈറ്റ്സിൽ പഠിച്ചു, അത് ലാർജസ്റ്റ് ഗ്ലയൽ സെല്ലാണ്. വേറാസ് ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്താണ്? സ്മോൾ ഗ്ലയൽ സെല്ലാണ് വിത്ത് വെരി ഫ്യൂ ഷോർട്ട് പ്രോസസ്. ഓക്കെ, വളരെ കുറച്ച് അസോസിയേറ്റഡ് പ്രോസസ് മാത്രമേ ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ്സിന് ഉള്ളൂ. Then line up along neurons and wrap themselves around the axons. Okay, so ഒളിഗോഡെൻഡ്രോസൈറ്റിന്റെ അടുത്ത ഫംഗ്ഷൻ എന്താണ്? അത് ന്യൂറോണിന്റെ കൂടെ ലൈനപ്പ് ചെയ്യും, അല്ലെങ്കിൽ ന്യൂറോണിന്റെ കൂടെ പോവും. പിന്നെ എന്ത് ചെയ്യും? അതിനെ കവറപ്പ് ചെയ്യും ആക്സോണുമായിട്ട്. ഓക്കെ, ആക്സോണുമായിട്ട് അത് കവറപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ, ഇതാണ് നമ്മുടെ ആക്സോണ്. അപ്പം നമ്മുടെ ഒളിഗോഡെൻഡ്രോസൈറ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അതിനെ കവറപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിനെ കവറപ്പ് ചെയ്യുന്നുണ്ട്, അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നുണ്ട് അല്ലെ, ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് തിങ് ആണ്. എന്താണ്? ദിസ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആർ ഡിസ്ട്രോയ്ഡ് ഇൻ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഓക്കെ, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് നമ്മൾ ഡിസീസ് കണ്ടീഷൻ പഠിക്കും. സോ ഇൻ മൾട്ടിപ്പിൾ ലൈക്ക് സ്ക്ലിറോസിസ് ദിസ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് വിൽ ബി ഡിസ്ട്രോയ്ഡ്. ഓക്കെ, oligodendrocytes will be destroyed in multiple sclerosis. Okay, multiple sclerosis. Then third type of glial cells എന്താണ്? നമ്മൾ രണ്ട് ടൈപ്പ് ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് വൺ ആസ്ട്രോസൈറ്റ്, അതാണ് ലാർജസ്റ്റ് ഗ്ലയൽ സെൽ, ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് or blood brain barrier, star shaped ആണ് അല്ലെ, star shaped ആണ്. And second one നമ്മൾ പഠിച്ചു oligodendrocyte, help in the formation of myelin sheath in central nervous system. Okay, and third one നമ്മൾ പഠിക്കുകയാണ് what is that is ependymal cells അല്ലെ, ependymal cells. So ependymal cells lines the central canal of spinal cord and ventricles of brain. Okay, so it will help in the formation, or it will line the central canal of spinal cord. അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ സെൻട്രൽ കനാലിനെ ലൈൻ അപ്പ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഇറ്റ് ഓൾസോ വിൽ ലൈൻ അപ്പ് ദ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, ബ്രെയിനിന്റെ വെൻട്രിക്കിൾ. ഓക്കെ, നമുക്ക് പല ടൈപ്പിലുള്ള വെൻട്രിക്കിൾസ് ഉണ്ട് അല്ലെ ബ്രെയിനിൽ, അതായത് നമ്മൾ അതിനെ കുറിച്ചും പഠിക്കും. ഓക്കെ, ലാറ്ററൽ വെൻട്രിക്കിൾ ഉണ്ട്, തേർഡ് വെൻട്രിക്കിൾ ഉണ്ട്, ഫോർത്ത് വെൻട്രിക്കിൾ ഉണ്ട്. ഓക്കെ, സോ അതിനെയും ലൈനപ്പ് ചെയ്യും. ഏത് സെൽസ് ആണ്? എപ്പൻഡൈമൽ സെൽസ്.
then involved in the secretion of CSF. Okay, that is CSF. What is CSF? എന്താണ് CSF? Cerebrospinal fluid. Okay, അപ്പോ CSF secretionൽ ഇൻവോൾവ് ആയിട്ടുള്ള സെൽസ് ഏതാണ്? Ependymal cells. Okay, ependymal cells are involved in the secretion of CSF, then interconnected by tight junctions that constitute blood and CSF barrier. Okay, so it is also interconnected by tight junctions that constitute blood CSF barrier. Okay, blood CSF barrier. And fourth one is microglia. Okay, microglia. നമ്മൾ നേരത്തെ ഒളിഗോഡെൻഡ്രോസൈറ്റ്സിൽ പഠിച്ചു. അതിനെ അത് സ്മോൾ സെല്ലാണ്, അതിന് കുറച്ച് പ്രോസസ്സേ ഉള്ളൂ അല്ലേ? പക്ഷേ സ്മോളസ്റ്റ് ഗ്ലയൽ സെൽ എന്താണ്? സ്മോളസ്റ്റ് ഗ്ലയൽ സെൽ. സോ ദ സ്മോളസ്റ്റ് ഗ്ലയൽ സെൽ ഈസ് മൈക്രോഗ്ലിയൽ സെൽസ്. ഓക്കെ, അത് നമ്മൾ ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? മൈക്രോഗ്ലിയൽ സെൽസ്. മൈക്രോ. ഓക്കെ, മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതാണ് അല്ലേ? മൈക്രോ എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അപ്പോ സ്മോളസ്റ്റ് ഗ്ലയൽ സെൽസ്. ഓക്കെ, സ്മോളസ്റ്റ് ഗ്ലയൽ സെൽസ് എന്താണ്? മൈക്രോഗ്ലിയ ആണ് സ്മോളസ്റ്റ് ഗ്ലയൽ സെൽസ്. ദെൻ അറൈസ് ഫ്രം മോണോസൈറ്റ്സ് ദാറ്റ് എൻറ്റർ ദ CNS ഫ്രം ബ്ലഡ്. ഓക്കെ, അത് എവിടെ നിന്നാണ് എറേസ് ചെയ്യുന്നത്? അത് ബ്ലഡിലെ മോണോസൈറ്റ്സിൽ നിന്നാണ് എറേസ് ചെയ്യുന്നത്. ദാറ്റ് എൻറ്റേഴ്സ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഫ്രം ദ ബ്ലഡ്. Then it is activated by inflammatory. Okay, it is activated by inflammatory and degenerative process. അതായത് നമ്മുടെ CNS-ൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നെന്ന് വെച്ചോ. ലൈക്ക് എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ ഫോർ ഇൻ CNS ഇൻഫ്ലമേഷൻ എന്താണ്? മെനിഞ്ചൈറ്റിസ് അല്ലേ? മെനിഞ്ചൈറ്റിസ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇത് ഇങ്ങനെയുള്ള ഇൻഫ്ലമേറ്ററി ഡിസീസ് വരുമ്പോൾ ഈ മൈക്രോഗ്ലിയൽ സെൽസ് എന്ത് ചെയ്യും? അത് ആക്ടിവേറ്റ് ആവും അല്ലെ? ഈ കുഞ്ഞനായിട്ടുള്ള മൈക്രോഗ്ലിയൽ സെൽസ് എന്ത് ചെയ്യും? അത് ആക്ടിവേറ്റ് ആവും. പിന്നെ എന്താണ്? ഡീജനറേറ്റീവ് പ്രോസസ്, ലൈക്ക് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ വരികയാണെന്ന് വെച്ചാൽ ലൈക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് വരികയാണ്. സോ ഇങ്ങനെയുള്ള ഡിസീസിലൊക്കെ എന്ത് ചെയ്യും? ഈ മൈക്രോഗ്ലിയൽ സെൽസ് ആക്ടിവേറ്റ് ആവും. ദെൻ ഫങ്ഷൻ ആസ് മാക്രോഫാജസ് ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫാഗോസൈറ്റോസിസ്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ CNS-ന്റെ അകത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ സെൽസിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ദിസ് മൈക്രോഗ്ലിയൽ സെൽസ് വിൽ ഫങ്ഷൻ ആസ് മാക്രോഫാജസ്. മാക്രോഫാജസ് എന്ന് വെച്ചാൽ ആ ഡാമേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഫങ്ഷൻസ് അത് ചെയ്യും. ഓക്കെ, ഫങ്ഷൻ ആസ് മാക്രോഫാജസ് when they migrate to the damaged CNS tissue. ഓക്കെ, സോ നമ്മൾ ഇതുവരെ 4 ടൈപ്സ്, ഓക്കെ 4 ടൈപ്സ് ഓഫ് ഗ്ലയൽ സെൽസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് വൺ ആസ്ട്രോസൈറ്റ്സ്, സെക്കൻഡ് വൺ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, തേർഡ് വൺ എപ്പൻഡൈമൽ സെൽസ് ആൻഡ് ഫോർത്ത് വൺ ഈസ് മൈക്രോഗ്ലയൽ സെൽസ് അല്ലെ? നമ്മൾ 4 പഠിച്ചു. നമുക്ക് 2 കൂടെ പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണ്? ഗ്ലയൽ സെൽസ് ഓഫ് PNS. ഗ്ലയൽ സെൽസ് ഓഫ് PNS. എന്താണ് PNS? PNS is പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെ? ഗ്ലയൽ സെൽസ് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, അതിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ സാറ്റലൈറ്റ് സെൽ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? സാറ്റലൈറ്റ് സെൽ. ഓക്കെ, സാറ്റലൈറ്റ് സെൽ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ എന്താണ്? സാറ്റലൈറ്റ് സെൽ. ദാറ്റ് ഈസ് glial cells, supporting cells in the peripheral nervous system that will help in enclosing the cell bodies of sensory neurons in the spinal ganglia. Okay, അതായത് സ്പൈനൽ ഗാംഗ്ലിയയിലെ, ഓക്കെ ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് നെർവസ് ടിഷ്യൂസ് ആണ്. അപ്പൊ നമ്മുടെ സ്പൈനൽ ഗാംഗ്ലിയയിലെ അതിന്റെ സെൽ ബോഡീസിനെ എൻക്ലോസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്ത്? ദിസ് സാറ്റലൈറ്റ് സെൽസ്. ഓക്കെ, ദിസ് സാറ്റലൈറ്റ് സെൽസ്. Next one is Schwann cells. Okay, Schwann cells. Next type of glial cells of PNS are in the Schwann cells, or it is also called as neurolemmal cells. Okay, Schwann cell is also called as neurolemmal cells. So, adinte function endana? It will help in the formation of myelin sheath of neurons in the പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു CNS അല്ലെ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്ന ഏതാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് അല്ലെ? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് അല്ലെ? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. വേറാസ് PNS പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്ന സെൽസ് ഏതാണ്? Schwann cells. Okay, Schwann cells. It also have phagocytic action. എന്താണ് അത്? മൈക്രോ ഓർഗാനിസംസ് എന്തെങ്കിലും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, അതിനകത്ത് പ്രവേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഫാഗോസൈറ്റ് ചെയ്യും, അത് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, ദെൻ ഫങ്ഷൻ ഇൻ റീജനറേഷൻ ആൻഡ് റീമൈലിനേഷൻ ഓഫ് സിവിയർഡ് ആക്സോൺ ഇൻ പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെ? അതായത്
this glial cells of VNS also help in regeneration and remyelination of severed axons in peripheral nervous system. Severed axons എന്ന് പറഞ്ഞാൽ ആക്സോൺസ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ആക്സോൺസ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീജനറേഷനോ അല്ലെങ്കിൽ റീമൈലിനേഷനോ ഈ ഷ്വാൻ സെൽസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതൊരു ഡയഗ്രാം ആണ്. അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോ ഗ്ലയൽ സെൽസ്. ഓക്കെ, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ, നമ്മുടെ CNS ഏതൊക്കെയാണുള്ളത്? CNS ഉള്ളതാണ് ഫസ്റ്റ് വൺ ആസ്ട്രോസൈറ്റ്സ് ഉണ്ട്, ആസ്ട്രോസൈറ്റ്സ് ഉണ്ട്, ദെൻ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ഉണ്ട്, ദെൻ എപ്പൻഡൈമൽ സെൽസ് ഉണ്ട്, മൈക്രോഗ്ലയൽ സെൽസ് ഉണ്ട് അല്ലെ. നെക്സ്റ്റ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? സാറ്റലൈറ്റ് സെൽസ് ഉണ്ട്, ദെൻ ഷ്വാൻ സെൽസ് ഉണ്ട്, സാറ്റലൈറ്റ് സെൽസ് ഉണ്ട്, നെക്സ്റ്റ് ഷ്വാൻ സെൽസ് നമുക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ പഠിച്ചു എന്താണ് ന്യൂറോൺസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ലൈക്ക് നെർവ് സെല്ലുണ്ട് അല്ലെങ്കിൽ ലൈക്ക് ഗ്ലയൽ സെൽസ് ഉണ്ട് അല്ലെ, അതൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ the classification depending upon the structure. Okay, depending upon the structure. So again it is classified into myelinated neuron and non-myelinated neuron അല്ലെ. myelinated neuron and non-myelinated neuron വളരെ സിമ്പിൾ ആണ്. myelinated neuron എന്താണ്? The nerve cells which is covered by myelin sheath അല്ലെ. നമ്മുടെ nerve cells ഉണ്ട്, അതിനെ കവർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? മൈലിൻ ഷീത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മൈലിനേറ്റഡ് ന്യൂറോൺ. നെക്സ്റ്റ് വൺ ഇസ് നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ. എന്താണ്? ഡോണ്ട് ഹാവ് മൈലിൻ ഷീത്ത്. അതിനെന്താണ്? മൈലിൻ ഷീത്ത് ഇല്ല. നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ, ഇതൊരു ന്യൂറോണൽ സെല്ലാണ്, ഇതൊരു ന്യൂറോൺ ആണ് അല്ലെ. പക്ഷെ എന്താണ് ഇതിനെന്തില്ല? മൈലിൻ ഷീത്ത് ഇല്ല. മെയിൻലി ഇത് എപ്പോഴാണ് കാണുന്നത്? മെയിൻലി ഇറ്റ് ഇസ് സീൻ ഇൻ ഫീറ്റൽ ലൈഫ്. ഓക്കെ, ഫീറ്റൽ ലൈഫിലാണ് പ്രധാനമായിട്ടും ദിസ് നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നെർവ്സ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് ഒറിജിൻ. ഓക്കെ, നെർവ്സ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് ഒറിജിൻ നമുക്ക് എന്തൊക്കെയുണ്ട്? ക്രേനിയൽ നെർവ്സ് ഉണ്ട്, ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഇൻ ഡെപ്തിൽ നമ്മൾ പഠിക്കും. സോ നമുക്ക് ക്രേനിയൽ നെർവ്സ് ഉണ്ട്. നെക്സ്റ്റ് വൺ എന്തുണ്ട്? നമുക്ക് സ്പൈനൽ നെർവ്സ് ഉണ്ട്, ക്രേനിയൽ നെർവ്സ് ഉണ്ട്, സ്പൈനൽ നെർവ്സ് ഉണ്ട് അല്ലെ. നമ്മുടെ ക്രേനിയൽ നെർവ് ദാറ്റ് വിൽ അറൈസ് ഫ്രം ദ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിൽ നിന്ന് എറൈസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ക്രേനിയൽ നെർവ്. ടോട്ടൽ വി ഹാവ് 12 pairs of cranial nerves. Next one is spinal nerve. Okay, so that is arising from the spinal cord. നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് എറൈസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? സ്പൈനൽ നെർവ്സ്. എത്ര പേരുണ്ട്? ഇറ്റ് ഈസ് 31 pairs. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്പർ ഓഫ് സ്പൈനൽ നെർവ്സ് ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ്. ലൈക്ക് എങ്ങനെ അവർ ചോദിക്കും? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്പൈനൽ നെർവ്സ്? ദ ഓപ്ഷൻസ് വിൽ ബി 12 pairs, 31 pairs. ഓക്കെ, അവിടെ നമുക്ക് തെറ്റിപ്പോകാൻ പാടില്ല. സ്പൈനൽ നെർവ്സ് വിൽ ബി 31 pairs ആണ്. അതായത് രണ്ട് സൈഡിൽ മീൻസ് നമ്മുടെ വെർട്ടിബ്ര, നമ്മുടെ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വെർട്ടിബ്ര. ഓക്കെ, T1 T2 അങ്ങനെ നമ്മുടെ വെർട്ടിബ്ര. അപ്പൊ അതിന്റെ രണ്ട് സൈഡിൽ നിന്നും ലൈക്ക് നെർവ്സ് അറൈസ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പൈനൽ നെർവ്സ് അല്ലെ. നമ്മുടെ ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും സ്പൈനൽ നെർവ്സ്. അതുകൊണ്ടാണ് അതിനെ 31 pairs എന്ന് പറയുന്നത്. രണ്ട് വശത്തു നിന്നും അത് എറൈസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ 31 pairs എന്ന് പറയുന്നത്. വേറെ ക്രേനിയൽ നെർവ് നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 12 pairs ആണ്. ദാറ്റ് വിൽ ഓൾസോ അറൈസ് ഫ്രം ദ ബ്രെയിൻ. അത് എവിടെ നിന്നാണ്? ബ്രെയിനിൽ നിന്നാണ് അത് എറൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഗൈൻ ക്ലാസിഫിക്കേഷൻ based upon the distribution. Okay, distribution means ഏതൊക്കെ ബോഡി സ്ട്രക്ചേഴ്സിലാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഇന്നർവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് നമുക്ക് ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ സൊമാറ്റിക് ന്യൂറോൺ ആൻഡ് visceral neuron. Okay, somatic neuron and visceral neuron. This visceral neuron is also called as autonomic nerve fiber. അല്ലേ? So somatic neuron that will supply the skeletal muscles of the body. അതായത് നമ്മുടെ skeletal musclesനെ സപ്ലൈ ചെയ്യുന്ന ന്യൂറോൺസിനാണ് എന്ത് പറയുന്നത്? somatic neuron. And visceral neuron that will supplies the internal organs. Viscera എന്ന് പറയുന്നത് എന്താണ്? വിസറയുടെ എക്സാമ്പിൾ എന്തൊക്കെയാണ്?
what all are the example for viscera or visceral organs? Like stomach ഒരു visceral organ ആണ്, intestine ഒരു visceral organ ആണ്, then esophagus ഒരു visceral organ ആണ്, അല്ലെ, liver ഒരു visceral organ ആണ്. അപ്പോൾ that will supplies the internal organs of the body. ആ ന്യൂറോൺസിനാണ് എന്ത് പറയുന്നത്? visceral neuron or autonomic nerve fiber എന്ന് പറയുന്നത്. Then depending upon the function, again these neurons are classified into motor neuron or efferent neuron, അല്ലെങ്കിൽ എന്താണ് sensory neuron, അല്ലെങ്കിൽ afferent neuron, അല്ലെ, afferent neuron. So first we will discuss about this motor neuron. Okay, motor neuron എന്താണെന്ന് നമുക്ക് first നോക്കാം. That will carries impulse from CNS to either muscle tissue or stimulates contraction or glandular tissue to stimulate the secretion. അതായത് motor neuron എന്ന് പറയുമ്പോൾ that will carries the impulse from CNS. അതായത് CNS ൽ നിന്ന്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് അതിനെ ഇമ്പൾസിനെ ക്യാരി അവേ ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഇമ്പൾസിനെ എങ്ങോട്ട് കൊണ്ടുപോകും? ഏതർ മസിൽ ടിഷ്യൂ, നമ്മുടെ മസിൽ ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകും, മസിൽസിലേക്ക് കൊണ്ടുപോകും, മസിൽ ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകും. ഓർ സ്റ്റിമുലേറ്റ്സ് കൺട്രാക്ഷൻ, മസിൽസിന് എന്ത് ചെയ്യും? മസിൽസിന് അത് കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇമ്പൾസസിനെ എവിടെ കൊണ്ടുപോകും? ഗ്ലാൻഡുലാർ ടിഷ്യൂലേക്ക് കൊണ്ടുപോകും. ഗ്ലാൻഡുലാർ ടിഷ്യൂ എന്താണ്? നമ്മുടെ ഗ്ലാൻഡ്സിലെ ടിഷ്യൂസ് ആണ്, അല്ലെ, നമ്മുടെ എനി ടൈപ്പ് ഓഫ് ഗ്ലാൻഡ്, നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആകാം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആകാം, അല്ലെ, അങ്ങോട്ട് ഗ്ലാൻഡുലാർ ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് അത് എന്ത് ചെയ്യും? ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ. ഓക്കെ, ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ. So that is first thing, that is motor neuron or efferent neuron. So efferent neuron endana? That will carry the impulses from CNS away to the muscle tissue or stimulates the contraction, alle. Next one endana? Sensory neuron. Okay, so first one is motor neuron, second one is sensory neuron. It is also called as afferent neuron. Okay, afferent neuron. So adinte function endana? Conduct the sensory impulse, അല്ലെ, നമ്മുടെ സെൻസറി ഇമ്പൾസ് ടുവേർഡ്സ് ദ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്. അതായത് നമ്മുടെ ലൈക്ക് എക്സ്ട്രമിറ്റീസിലെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോഡി പാർട്ടിലെന്നോ ഇമ്പൾസസിന്റെ എന്ത് ചെയ്യും? ക്യാരി ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസ് towards the brain or the spinal cord through this sensory neuron or afferent neuron. Yes, so ഇതാണ് നമ്മുടെ ന്യൂറോൺസിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺസ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സോ ഒത്തിരി വലിയൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, അല്ലേ അത്. അതായത് ഫസ്റ്റ് വൺ ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോൺസ്, ദാറ്റ് ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സെൽ. ദെൻ വി ഹാവ് ഗ്ലയൽ സെൽസ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് as ന്യൂറോഗ്ലയൽ സെൽസ്, അല്ലെ, ന്യൂറോഗ്ലയൽ സെൽസ്. The main function of this glial cells, neuroglial cells എന്താണ്? സപ്പോർട്ടീവ് ഫംഗ്ഷൻ ആണ്, അല്ലെ. അതായത് നമ്മൾ ആ ന്യൂറോഗ്ലയൽ സെൽസിന് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് ന്യൂറോഗ്ലയൽ സെൽസ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ന്യൂറോഗ്ലയൽ സെൽസ് ഓഫ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം, അല്ലെ. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് ന്യൂറോഗ്ലയൽ സെൽസ് ഉണ്ട്. എന്തൊക്കെയാണ്? ആസ്ട്രോസൈറ്റ്സ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, എപ്പൻഡൈമൽ സെൽസ് ആൻഡ് മൈക്രോഗ്ലയൽ സെൽസ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആസ്ട്രോസൈറ്റ്സ്, അതായത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ഏതാണ്? ആസ്ട്രോസൈറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഏതൊക്കെ ടൈപ്സ് ന്യൂറോഗ്ലയൽ സെൽസ് ഉണ്ട്? സാറ്റലൈറ്റ് സെൽസ് ഉണ്ട്, ഷ്വാൻ സെൽസ് ഉണ്ട്, അല്ലെ. സാറ്റലൈറ്റ് സെൽസ് ഉണ്ട്, ഷ്വാൻ സെൽസ് ഉണ്ട്. അതിൽ ഷ്വാൻ സെല്ലിന്റെ ഫംഗ്ഷൻ എന്താണ്? formation of myelin sheath in the peripheral nervous system. Okay, so അതായിരുന്നു ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെന്താണ്? Depending upon the structure we have myelinated neuron and non-myelinated neuron. Next one, depending upon the source of origin. Okay, depending upon the source of origin, we have the cranial nerves, that is 12 pairs, and spinal nerves, that is 31 pairs. The next is depending upon the distribution. എവിടെയാണ് ഇതൊക്കെ ഇന്നർവേറ്റ് ചെയ്തിരിക്കുന്നത്? Okay, based on that we have somatic neuron. Next one is visceral neuron or autonomic nerve fiber, and depending on the function we have
motor neuron, which is also called as efferent neuron, and next one is a sensory neuron, which is also called as afferent neuron. Okay, next നമ്മൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സൈനാപ്സ്? ഓക്കെ, നമ്മൾ നേരത്തെ ഡെൻഡ്രൈറ്റ് ഞാൻ പറഞ്ഞിരുന്നു, നമുക്കൊരു പ്രീ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഒക്കെ ഉള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അതായത് സൈനാപ്സ് എന്താണ്? സൈനാപ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ജംഗ്ഷൻ ആണ്. ഓക്കെ, ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് റോഡുകൾ വന്ന് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു സ്ഥലത്ത് വന്ന് മീറ്റ് ചെയ്യുന്നു, അതിന് നമ്മൾ എന്ത് പറയും? ജംഗ്ഷൻ. ഓക്കെ, സോ അതുപോലെ നമ്മുടെ ന്യൂറോണൽ സെൽസിലും നമുക്ക് ചില ജംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് മീറ്റിംഗ് അപ്പ് ഓഫ് ന്യൂറോൺസ്. ചില ന്യൂറോൺസ് വന്ന് മീറ്റപ്പ് ചെയ്യുന്ന പ്ലേസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റും അല്ലെ, രണ്ട് ന്യൂറോൺ, ഒരു ന്യൂറോൺ ഇതായിരിക്കുന്നു, ഒരു ന്യൂറോൺ ഇതായിരിക്കുന്നു. അവർ രണ്ടുപേരും വന്ന് കണ്ടുമുട്ടുന്ന സ്ഥലത്തിന് നമ്മൾ എന്ത് പറയും? സൈനാപ്സ്. ഓക്കെ, സൈനാപ്സ്. സോ ജംഗ്ഷൻ between two neurons. Okay, junction between two neurons is called as synapse. Next one എന്താണ്? Site of functional contact of a nerve cell with another cell. അതായത് രണ്ട് സെൽസ് ഉണ്ട്, രണ്ട് ന്യൂറോൺസ് ഉണ്ട്, അതിന്റെ എന്താണ് അവിടെ ഒരു ഫങ്ഷണൽ കോണ്ടാക്ട് ഉണ്ട്. അതായത് അവര് തമ്മിൽ അവരുടെ ഫങ്ഷൻസ് കൈമാറുന്ന ഒരു സ്ഥലമാണ് എന്ത്? സൈനാപ്സ്. ഓക്കെ, സോ അതിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണുള്ളത്? കൺസിസ്റ്റ് ഓഫ് പ്രീ സൈനാപ്റ്റിക് മെമ്പറൈൻ. നമുക്ക് എന്തുണ്ട്? പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ ഉണ്ട്, ദെൻ സൈനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ട്, ദെൻ തേർഡ് വൺ എന്താണ്? പോസ്റ്റ് സൈനാപ്റ്റിക് മെമ്പറൈൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ സൈനാപ്സിൽ എന്തൊക്കെയുണ്ട്? പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ ഉണ്ട്, ഒരു സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ട്, നെക്സ്റ്റ് തേർഡ് വൺ എന്തുണ്ട്? പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ ഉണ്ട്. ഓക്കെ, സോ എന്താണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ? Presynaptic neuron or presynaptic membrane. So the neuron that will send the signals. Okay, so നമ്മൾ പറഞ്ഞു ഇതെങ്ങനെയാണ് ന്യൂറോൺസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ത്രൂ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെ, അതിലൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ദ സിഗ്നൽസ് വിൽ ബി സെൻഡിങ് ബൈ ദ ന്യൂറോൺ ത്രൂ ദിസ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ഓക്കെ, സിനാപ്സിന്റെ തൊട്ട് മുന്നേ എൻഡപ്പ് ചെയ്യുന്ന ന്യൂറോൺസിനാണ് പറയുന്നത് pre-synaptic neuron. Then the neurons that receive the message, അതൊരു pre-synaptic neuron ഒരു സിഗ്നൽ സെൻഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്താണ്? വേറെ ന്യൂറോൺ ഉണ്ട്, അത് മെസ്സേജിനെ റിസീവ് ചെയ്തു അല്ലെ, അതിനെയാണ് പറയുന്നത് എന്ത്? പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. സോ ദ ന്യൂറോൺസ് ദാറ്റ് ഈസ് റിസീവിംഗ് ദ മെസ്സേജ് ഇസ് കോൾഡ് ആസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. Then the minute space between pre and post synaptic neuron. Okay, the minute space between pre and post synaptic neuron is called as synaptic cleft. അല്ലെ, നമുക്ക് ഇവിടെ ഇത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്ത് വിളിക്കാം? synaptic cleft എന്ന് വിളിക്കാം. Okay, so it is called as synaptic cleft. Then again ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സൈനാപ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താണ്? So it is classified into chemical or electrical. Okay, synapse is classified as chemical or electrical. Chemical or electrical അല്ലെ, chemical or electrical. അത് എന്ത് ബേസിലാണ് അതിനെ കെമിക്കൽ എന്നും ഇലക്ട്രിക്കൽ എന്നും ഒക്കെ പറയുന്നത്? അതായത് ഈ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷന് എന്തെങ്കിലും ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് പറയും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. The chemical that has been used for the transmission of nerve impulse, അതായത് നെർവ് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽ നമ്മൾ എന്ത് പറയും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, സോ അതിനെയാണ് കെമിക്കൽ സൈനാപ്സ് എന്ന് പറയുന്നത്, അതായത് യൂസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. The next one എന്താണ്? ഇലക്ട്രിക്കൽ സിനാപ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എഫേസ്. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ഇലക്ട്രിക്കൽ സൈനാപ്സിനെ പറയുന്ന വേറൊരു പേര് എന്താണ്? എഫേസ്. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്യാപ്പ് ജംഗ്ഷൻ. ഓക്കെ, സോ നമ്മുടെ ഡയഗ്രത്തിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ എന്താണ്? യെസ്, ഇവിടെ എന്താണ്? ഇവിടെ അതൊരു എക്സാമ്പിൾ ഫോർ ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് അല്ലെ, അതായത് ഇതെന്താണ്? ഇതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഈ ഡോട്ട് കാണുന്നില്ല, ഇതെല്ലാം എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും? ഇതിന് നമുക്ക് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ എന്ന് പറയാം, ഇതിന് നമുക്ക് ഇതിന് നമുക്ക് പ്രീ സിനാപ്റ്റിക്, ഇതിന് നമുക്ക് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയാം, ഇതിന് നമുക്ക് എന്ത് പറയാം?
പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയാം. ഇതിന് നമുക്ക് എന്ത് പറയാം? സൈനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, സൈനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയാം. അപ്പോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ കം ആൻഡ് അക്യുമുലേറ്റ് ഇൻ ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്ന് അക്യുമുലേറ്റ് ചെയ്തിരിക്കും. എവിടെ അത് അക്യുമുലേറ്റ് ചെയ്യും? അതൊരു ചെറിയൊരു പ്രോസസ്സിൽ അക്യുമുലേറ്റ് ചെയ്യും. അതിന് നമ്മൾ പറയുന്നതാണ് വെസൈക്കിൾസ്. ഓക്കെ, വെസൈക്കിൾസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ കം ആൻഡ് സ്റ്റോർ ഇൻ വെസൈക്കിൾസ്. വെസൈക്കിൾസിൽ അത് സ്റ്റോർ ചെയ്യും. എവിടെ? പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഈ വെസൈക്കിൾസ് പതിയെ എന്ത് ചെയ്യും? പതിയെ അതിനെ ലിബറേറ്റ് ചെയ്യും, അല്ലെ? പതിയെ അതിനെ ലൈക്ക് സെക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് വിടും. അവിടെ നിന്ന് ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറത്തേക്ക് വന്നിട്ട് അതിനിവിടെ ഒരു ലൈക്ക് റിസീവേഴ്സ് ഉണ്ടാവും. ഓക്കെ, റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഇറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂറോ റിസപ്റ്റേഴ്സ്. ഓക്കെ, ഈ ലൈക്ക് ഇമ്പൾസിനെ ഈ ന്യൂറോ റിസപ്റ്റേഴ്സ് അത് അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യും. സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ഫ്രം ദിസ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ടു ദ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ through this synaptic cleft. അപ്പോൾ ഇതാണ് example for this chemical synapse, or it will use neurotransmitters. Okay, it will use neurotransmitters for transmission of nerve impulse. Okay, next one എന്താണ്? Electrical synapse. It is also called as EPHAS. That will consist of a gap junction. Okay, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? Gap junction that will allow ions to pass from cell to cell. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി അത് എന്ത് യൂസ് ചെയ്യും? അയോൺസിനെ യൂസ് ചെയ്യും. ഓക്കെ, അയോൺസിനെ യൂസ് ചെയ്യും ഇൻ ദിസ് ഇലക്ട്രിക്കൽ സൈനാപ്സ്. ഓക്കെ, സോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ബി യൂസ്ഡ് ഇൻ കെമിക്കൽ സൈനാപ്സ് ഫോർ ന്യൂറോ ട്രാൻസ്മിഷൻ, ആസ് വെൽ ആസ് അയോൺസ് വിൽ ബി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ സൈനാപ്സ്. ഓക്കെ, ഇലക്ട്രിക്കൽ സൈനാപ്സ്. Next, we will see what is neurotransmitter. Okay, എന്താണ് neurotransmitter? So, the chemical substance that is responsible for the transmission of impulse through synapse. അപ്പോൾ നമ്മൾ സൈനാപ്സ് കണ്ടു കഴിഞ്ഞു. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, അതിന് ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അതിന് സൈനാപ്റ്റിക് ക്ലഫ്റ്റ്. ഇതിനെല്ലാം കൂടി ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? സൈനാപ്സ്. ഓക്കെ, സോ the chemical substance that is responsible for the transmission of the impulses through the synapse, that we call it as neurotransmitters. Okay, that we call it as neurotransmitters. So neurotransmitter is synthesized by the പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആരാണ് സിന്തസൈസ് ചെയ്യുന്നത്? ബൈ ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസ്. ഓക്കെ, ബൈ ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദ വെസിക്കിൾ. ഓക്കെ, അത് വെസിക്കിളിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പാസസ് ത്രൂ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഫ്രം pre-synaptic neuron to like synaptic neuron and attached to the receptor. അല്ലെ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഹെൽപ്പ് ചെയ്യും. എന്തിനാണ്? passes through this synaptic cleft from presynaptic neuron to the postsynaptic neuron, and it will attach to the receptor in the postsynaptic neuron. After attachment, it transmits the impulse from one neuron to other neuron. അപ്പോൾ ഈ റിസപ്റ്ററിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം the impulse will transmit from one neuron. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റേ ന്യൂറോണിലേക്ക് ഇമ്പൾസിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ആസ് neurotransmitters. ക്ലിയർ ആയോ? ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, ഈ ഡയഗ്രത്തിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട്. യെസ്, സോ ഇതാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇത് ഈ സാധനങ്ങൾ. ഓക്കെ, ഇതാണ് നമ്മുടെ വെസൈക്കിൾസ്. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്ന് എന്ത് ചെയ്യും? ഈ വെസൈക്കിളിൽ സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ വെസൈക്കിളിൽ നിന്ന് അത് സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് വരും. സിനാപ്റ്റിക് ക്ലഫ്റ്റില് ഇത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ അതിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് അതിന്റെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റിസപ്റ്റേഴ്സ്. സോ ദാറ്റ് ഇറ്റ് വിൽ transmode, or it will travel from presynaptic membrane to postsynaptic membrane to through the postsynaptic receptor. Okay, so ഇതാണ് അതിന്റെ neurotransmitter. ഇതിനെ എന്താണ്? സിനാപ്സ്. അപ്പൊ ഇതിന് കുറച്ച് എൻലാർജ് ചെയ്തിട്ടുള്ള ഡയഗ്രാം ആണ് ഇത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ന്യൂറോൺസില് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് നടക്കുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് നടക്കുന്നത്.
Then we have like different types of neurotransmitters. നമുക്ക് different types of neurotransmitters ഉണ്ട്. എന്തൊക്കെയാണ്? Excitatory neurotransmitters ഉണ്ട്, inhibitory neurotransmitters ഉണ്ട്. Okay, we have excitatory neurotransmitters and we have inhibitory neurotransmitters. അതിന് ഈ neurotransmittersന് തന്നെ different classifications ഉണ്ട്. Okay, നമ്മൾ അത് ജസ്റ്റ് പഠിക്കും. കാരണം എക്സാമിന് ചിലപ്പോൾ ഈ neurotransmitters എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. Okay, example for excitatory neurotransmitter, then example for inhibitory neurotransmitters. അങ്ങനെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ first one is excitatory neurotransmitter. Okay, so excitatory, what do you mean by this excitatory neurotransmitter? എന്താണ് excitatory or excitatory neurotransmitter? അത് നമ്മുടെ അതിന്റെ നെയിമിൽ തന്നെ ഉണ്ട് അല്ലേ, excitatory or what is excitation? എന്താണ് excitation? അതായത് ഈ നെർവ് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷനെ കുറച്ച് എന്താണ് അതിന്റെ സ്പീഡ് കുറച്ച് കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സൈറ്ററി എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ എക്സൈറ്റേറ്ററി എന്ന് പറയുന്നത്. സോ ദിസ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ്. ഓക്കെ, കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ഫ്രം പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ടു ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സൈറ്റേറ്ററി. അതായത് ന്യൂറോ ട്രാൻസ്മിഷന് പ്രീ സിനാപ്റ്റിക്കിൽ നിന്ന് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ പറയുന്നത് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, സോ ഈ എക്സാമ്പിൾസ് ദയവ് ചെയ്ത് പഠിക്കണം. ഈ കഴിഞ്ഞ നേഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് ഐ തിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമ്പിൾ ഫോർ എക്സൈറ്റേറ്ററി neurotransmitter. Okay, so examples are like acetylcholine, then noradrenaline, glutamate and histamine. Okay, acetylcholine, noradrenaline, glutamine and histamine are the example for excitatory neurotransmitters. Next one is inhibitory neurotransmitters. Okay, inhibitory neurotransmitters. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ പേര് പറയുന്നത് പോലെ as the name indicates, that will slow down the impulse transmission. Okay, inhibitory neurotransmitters that will slow down or that will inhibit the conduction of impulses from പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ടു ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ അല്ലെ. നമുക്കിപ്പം കുറച്ച് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, എന്താണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, എന്താണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്, അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അതിനെ ആ ഒരു പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെയാണുള്ളത്? ഒന്ന് ഡോപ്പാമിൻ, very important, dopamine is very important. The next is gamma aminobutyric acid, GABA. പിന്നെ എന്താണുള്ളത്? സെറോട്ടോണിൻ or 5-HT. എന്താണ് ST? 5-HT. ST എന്താണ്? ഹൈഡ്രോക്സി ട്രിപ്റ്റാമിൻ. ഓക്കെ, ഹൈഡ്രോക്സി ട്രിപ്റ്റാമിൻ. ഓക്കെ, 5-HT അതാണ് സെറോട്ടോണിൻ. നമ്മൾ ഈ പ്രത്യേകിച്ച് ഗാബ ദെൻ സെറോട്ടോണിനൊക്കെ നമ്മൾ ഇതിലാണ് സൈക്യാട്രിയിൽ ഡിസീസ് ഇറ്റിയോളജി അല്ലെങ്കിൽ ഇറ്റിയോളജി ഓഫ് സൈക്യാട്രിക് ഡിസീസിൽ നമ്മൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ പഠിക്കും. നമ്മൾ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് നമ്മൾ പഠിച്ചല്ലോ. അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഒന്ന് എക്സൈറ്റേറ്ററി, ഓക്കെ, എക്സൈറ്റേറ്ററി ട്രാൻസ്മിഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്താണ് ഇൻഹിബിറ്ററി ട്രാൻസ്മിഷൻ. ഓക്കെ, എക്സൈറ്റേറ്ററി ട്രാൻസ്മിഷൻ ആൻഡ് ഇൻഹിബിറ്ററി ട്രാൻസ്മിഷൻ. ഓക്കെ, എക്സൈറ്റേറ്ററി ട്രാൻസ്മിഷൻ എന്താണ് നടക്കുന്നത്? നെർവ് ഇമ്പൾസ് സ്പീഡപ്പ് ആയിട്ട് അതിന്റെ ട്രാൻസ്മിഷൻ സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് വൺ ഈസ് ഇൻഹിബിറ്ററി. ഓക്കെ, ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിഷൻ. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു എക്സൈറ്റേറ്ററി ലൈക്ക് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ആണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എക്സൈറ്റേറ്ററി ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് കാണാം. അതായത് നെർവ് ഇമ്പൾസ് ഫ്രം സെൽ ബോഡി ത്രൂ ദ ആക്സോൺ ടു നെക്സ്റ്റ് സെൽ ബോഡി. ഓക്കെ, ഒരു സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലൂടെ അടുത്ത സെൽ ബോഡിയിലേക്ക് ന്യൂറോ ട്രാൻസ്മിഷൻ, അതിന്റെ ലൈക്ക് ഇമ്പൾസിന്റെ സ്പീഡ് കൂടിയിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഹിബിറ്ററി. ഓക്കെ, ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിഷൻ. എന്താണ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിഷൻ? അതായത് വേറെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ ലൈക്ക് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസിന്റെ സ്പീഡ് കുറച്ചുകൂടെ സ്ലോ ആണ്. അപ്പം ന്യൂറോ ട്രാൻസ്മിറ്റർ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഇൻഹിബിറ്ററി. ഓക്കെ, ഇൻഹിബിറ്ററി ട്രാൻസ്മിഷൻ ഈസ് യൂഷ്വലി ലൈക്ക് ഡോപ്പാമിൻ. ഓക്കെ, നമ്മൾ പഠിച്ചിരുന്നു ഡോപ്പാമിൻ വിൽ ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓർ ഇൻ ദിസ് ഇൻഹിബിറ്ററി വിൽ ആക്ട് ആസ് എ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ.
നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, വി ഹാവ് ലൈക്ക് കെമിക്കൽ സൈനാപ്സ് ആൻഡ് ഇലക്ട്രിക്കൽ സൈനാപ്സ്. അതായത് ലൈക്ക് വി ഹാവ് ലൈക്ക് പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ ഉണ്ട്, പിന്നെ ഒരു പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ ഉണ്ട്, പിന്നെ ഒരു സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിരുന്നല്ലോ. അതായത് ഇതാണ് നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ, ഇതാണ് നമ്മുടെ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആൻഡ് ഇതാണ് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ. സോ ഇവിടെ ലൈക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ലൈക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ഹിയർ. അല്ലെ, ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ലൈക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ കം ആൻഡ് വിൽ ലൈക്ക് ഓക്കുപ്പൈ ദ ലൈക്ക് വെസൈക്കിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ വെസൈക്കിൾസ്. അപ്പൊ വെസൈക്കിൾസിൽ എന്ത് സംഭവിക്കും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്നിട്ട് അതിൽ ബിൽഡപ്പ് ആവും. അതിനുശേഷം ദാറ്റ് വിൽ ബി സെക്രീറ്റഡ് ഇൻ ടു ദ സൈനാപ്റ്റിക് ക്ലഫ്റ്റ്. അവിടെ നിന്ന് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറത്തേക്ക് വരും to the synaptic cleft and in the post synaptic membrane. അല്ലെ, ഇതാണ് നമ്മുടെ പോസ്റ്റ് സൈനാപ്റ്റിക് മെമ്പറൈൻ. അവിടെ നമുക്ക് എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, റിസപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സിൽ വന്നിട്ട് ഈ ലൈക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അറ്റാച്ച് ചെയ്യും. സോ ദാറ്റ് there will be transmission of the impulse will takes place. Okay, that is actually called as chemical synapse. And next classification what we have studied was electrical synapse. Okay, next one എന്തായിരുന്നു? Electrical synapse ആണ്. Electrical synapse ൽ usually through like channels, means ion channels വഴിയായിരിക്കും the transmission of the impulses നടക്കുന്നത്. അല്ലെ, അതായത് ലൈക്ക് ഇതാണ് നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ and this is the പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ. അല്ലെ, ഇത് നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ ആണ്, ഇത് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ ആണ്. സോ between that actually we have one like അയോൺ ചാനൽസ്. ഒരു അയോൺ ചാനൽസ് ഉണ്ടാവും. സോ അതിലേക്കൂടെ ആയിരിക്കും നമ്മുടെ ലൈക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ലൈക്ക് ഹൗ ദിസ് ഇമ്പൾസ് വിൽ ബി ട്രാൻസ്മിറ്റിംഗ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ന്യൂറോൺ through different ways. Okay, so first one was excitatory, second one is inhibitory, and another classification was like chemical, and next one is electrical synapse. Okay, പിന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡിസീസ് കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഇത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഡിസീസ് കണ്ടീഷൻ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകും കേട്ടോ. കാരണം അതും ചോദിക്കാറുണ്ട്, ഏത് ഇന്ന ഡിസീസ് കണ്ടീഷനിൽ ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അഫക്റ്റ് ആകുന്നത്. ഓക്കെ, അതൊക്കെ ചോദിക്കാറുണ്ട്, നമുക്ക് പഠിക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് അസറ്റൈൽ കോളിൻ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? അസറ്റൈൽ കോളിൻ. So it is a major neurotransmitter of peripheral nervous system. അല്ലെ, അതായത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ മേജർ ആയിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എന്ത്? നമ്മുടെ അസറ്റൈൽ കോളിൻ. ഓക്കെ, അസറ്റൈൽ കോളിൻ. ദെൻ പിന്നെന്താണ്? എവിടെ ഇത് കാണുന്നുണ്ട്? ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ കാണുന്നുണ്ട്. എന്താണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ? അതായത് ജംഗ്ഷൻ ഞാൻ പറഞ്ഞല്ലേ, ഒരു മീറ്റിംഗ് പോയിന്റ് ആണ് ബിറ്റ്വീൻ ദ ന്യൂറോൺ ആൻഡ് മസിൽസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ആസ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതാണ് എന്ത്? അസറ്റൈൽ കോളിൻ. പിന്നെന്താണ്? വെരി ഇമ്പോർട്ടന്റ് തിങ്, ഇറ്റ് ഈസ് ആൻ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. അല്ലെ, അസറ്റൈൽ കോളിൻ എന്താണ്? എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. Then the amount of this acetylcholine will be decreased in Alzheimer's disease. Very 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 important. Okay, പഠിക്കാതെ പോകരുതേ. So Alzheimer's disease എന്ത് സംഭവിക്കും? The acetylcholine will be decreased in Alzheimer's disease. And a very important thing, അടുത്തത് എന്താണ്? എവിടെയാണ് ഡീജനറേഷൻ? അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ഡീജനറേഷൻ? ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രക്ഷൻ ആണ്. അല്ലെ, ഡിസ്ട്രക്ഷൻ. ഓക്കെ, ഡിസ്ട്രക്ഷൻ ഓഫ് ദ സെൽസിനാണ് എന്ത് പറയുന്നത്? ഡീജനറേഷൻ. ഓക്കെ, വാട്ട് യു മീൻ ബൈ റീജനറേഷൻ? എന്താണ് റീജനറേഷൻ എന്ന് പറയുന്നത്? റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേഷൻ എന്ന് പറഞ്ഞാൽ മീൻസ് പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതുതായിട്ട് ഫോം ചെയ്യുക. റീ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഫോം ചെയ്ത് വരുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? റീജനറേഷൻ. വേറെ ഡീജനറേഷൻ എന്താണ്? ഡിസ്ട്രക്ഷൻ. സോ അൽഷൈമേഴ്സ് ഡിസീസിൽ എവിടെയാണ് ഡീജനറേഷൻ ഉണ്ടാകുന്നത്? ബേസൽ ന്യൂക്ലിയസ് ഓഫ് മെയ്നർട്ട്. ഓക്കെ, ബേസൽ ന്യൂക്ലിയസ് ഓഫ് മെയ്നർട്ടിലാണ് ഡീജനറേഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. ഏത് ഡിസീസില്? അൽഷൈമേഴ്സ് ഡിസീസിൽ. ഓക്കെ, ഇതൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. So Alzheimer's disease le endu sambhavikkum? Decrease in acetylcholine will occur, and the pathology, the basic pathology will lies in the basal nucleus of Maynard. Adu evideyanu കാണുന്നത്? അത് basal form of like a forebrain ആണ്. Okay, forebrain താഴെയാണ് ഈ basal nucleus of Maynard കാണുന്നത്. Okay, then
Another pathology or disease condition is myasthenia gravis results from a decrease in the acetylcholine receptors. Okay, so acetylcholine കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? അൾഷൈമേഴ്സ് ഡിസീസ്. whereas acetylcholine receptors ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സിനാപ്റ്റിക് ട്രാൻസ്മിഷനിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ടാവും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ അല്ലെ. അപ്പം ആ റിസപ്റ്റേഴ്സിന്റെ കുറവ് കൊണ്ടുവരുന്ന അസുഖം എന്താണ്? മയസ്തീനിയ ഗ്രേവിസ്. ഓക്കെ, സോ ഇതെല്ലാം എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ഡിക്രീസ് ഇൻ അസറ്റൈൽകോളിൻ വിൽ occur in Alzheimer's disease and the basal nucleus of Maynard will degenerate or destroy in Alzheimer's disease. മൂന്നാമത്തെ പോയിന്റ് മയസ്തീനിയ ഗ്രേവിസ് disease will result from a decrease in the acetylcholine receptors. Okay, acetylcholine receptors. Okay, so ഇത് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഉണ്ട് അമീൻ, ദാറ്റ് ഇസ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്നെന്തൊക്കെ പഠിച്ചു നമ്മള് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സോ ഫസ്റ്റ് വൺ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവസ് സിസ്റ്റം പഠിച്ചു അല്ലെ. ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവസ് സിസ്റ്റം പഠിച്ചു. അതിൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. പിന്നെ നമ്മൾ അതിന്റെ ബാക്കി ക്ലാസിഫിക്കേഷൻസ് കണ്ടു അല്ലെ. Yes. So nervous system നമ്മൾ basic classification പഠിച്ചു. It consists of brain, spinal cord and peripheral nerves. Okay, brain, spinal cord and peripheral nerves. പിന്നെ next one നമ്മൾ പഠിച്ചത് it is classified into central nervous system, peripheral nervous system. Central nervous systemത്തിലെ brain, spinal cord, then peripheral nervous systemത്തിലെ efferent and afferent system. Then efferent systemത്തിൽ എന്തൊക്കെയുണ്ട്? ANS autonomic nervous system ഉണ്ട്, somatic nervous system ഉണ്ട്. ANS again classified into parasympathetic, sympathetic and enteric nervous system. Okay, പിന്നെ നമ്മൾ different types of nervous tissue പഠിച്ചു. ന്യൂറോൺസ് ഉണ്ട്, ന്യൂറോഗ്ലയൽസ് ഉണ്ട് അല്ലെ. ന്യൂറോഗ്ലയ or ന്യൂറോഗ്ലയൽ സെൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ different structures that is seen in nerve cell നമ്മൾ പഠിച്ചു. ന്യൂറോഗ്ലയൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ ഡിപ്പെൻഡിങ് upon the like depending upon the structure നമ്മൾ പഠിച്ചു. മൈലിനേറ്റഡ് ന്യൂറോൺ ആൻഡ് നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ. ദെൻ തേർഡ് വൺ നമ്മൾ എന്ത് പഠിച്ചു? ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് ഒറിജിൻ വി ഹാവ് ക്രേനിയൽ നെർവ് ആൻഡ് വി ഹാവ് സ്പൈനൽ നെർവ്സ്. അതിന്റെ എണ്ണമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ വി ഹാവ് സൊമാറ്റിക് ന്യൂറോൺ ആൻഡ് വിസറൽ ന്യൂറോൺ. Then depending on function we have motor neuron and sensory neuron. Then synapse നമ്മൾ പഠിച്ചു. Then classification of synapse, that is chemical synapse and electrical synapse. Then നമ്മൾ neurotransmitters പഠിച്ചു. Different types of neurotransmitters പഠിച്ചു അല്ലെ. അതായത് excitatory neurotransmitters and inhibitory neurotransmitters. Okay, ഇതിന്റെ examples വളരെ important ആണ്. Excitatory neurotransmitters we have acetylcholine, noradrenaline, glutamate and histamine അല്ലേ. Then inhibitory neurotransmitters എന്തൊക്കെയാണ്? ഡോപ്പാമിൻ, ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ആൻഡ് സെറോട്ടോണിൻ. പിന്നെ നമ്മൾ അസറ്റൈൽകോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതായത് അതൊരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഡിക്രീസ് അസറ്റൈൽകോളിൻ വിൽ occur in Alzheimer's disease. അതിലെ പെത്തോളജി ബേസിക്കലി എവിടെയാണ് വരുന്നത്? ബേസൽ ന്യൂക്ലിയസ് ഓഫ് മൈനേർട്ടിലാണ് degeneration or destruction ഉണ്ടാവുന്നത്. Then myasthenia gravis will result from decrease in acetylcholine receptors. Okay, so നമ്മൾ ഇതുവരെ പഠിച്ചു. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു. ജസ്റ്റ് വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, യു ക്യാൻ study well, you can prepare well and you can crack your exams. Okay, so bye bye.